നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ആദ്യം നന്ദി പറയട്ടെ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഇന്ന് വളരെ രസകരമായ ഒരു കഥയാണ് പറയുന്നത്. മഞ്ചേരിയിൽ ഒരിക്കൽ സൂഫി യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തിനോടൊപ്പം ഒരു വീട്ടിലേക്കുള്ള ക്ഷണനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ എത്തുന്നത്. അങ്ങനെ അവിടെ എത്തി അവിടുത്തെ സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ആ വേളയിൽ അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ടായി. ഒരു പഴയ തറവാട് അവർ വാങ്ങി. അത് വളരെ പഴക്കമുള്ളൊരു വീടാണ്. അത് വാങ്ങാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള ഏതോ ഒരു പണ്ഡിതൻ, ഈ പണ്ഡിതൻ എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഈ അസ്മായിന്റെ പണി ചെയ്യുന്ന, അതായത് ഇന്നിപ്പോ ട്രെൻഡാണല്ലോ കൂടോത്രം എന്ന് പറയുന്ന സംഭവം, അത്തരം വേലകൾ ചെയ്യുന്ന ചില ആളുകളുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ആ വീട്ടിൽ നിധിയുണ്ട്, അപ്പൊ ആ നിധി ഞാൻ എടുത്തു തരാം. അങ്ങനെ അയാൾ പറഞ്ഞ ആ ഒരു കണ്ടീഷനിൽ ആ വീട് വാങ്ങുകയും ആ നിധി എടുക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ അയാൾ പറഞ്ഞ പ്രകാരം കുറച്ചാളുകൾ വരികയും അവിടെ ഒരു തുണി കൊണ്ടൊക്കെ ആ വീട് മൊത്തം മറച്ചു കെട്ടി അവിടെ പ്രത്യേക രീതിയിലുള്ള ദിക്റുകളും പരിപാടിയൊക്കെ അങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് നടക്കുകയാണെന്നാണ് പറയുന്നത്. ഒരു സ്ത്രീ ഓതാനിരിപ്പുണ്ട്. അവരിങ്ങനെ യാസീൻ ഓതും. ഓതിക്കഴിയുമ്പോൾ അവര് ഇളകും. ഇളകി അവർ ഓടി മുറ്റത്ത് വരും. എന്നിട്ട് പറയും, ഇവിടെയാണ് സ്ഥലം, നിധിയിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പറയും. അപ്പോൾ അവിടെ കുഴിക്കും. കുഴിച്ചു നോക്കുമ്പോൾ കാണില്ല. വേഗം ഈ ആളെ വിളിച്ചിട്ട് പറയും, അവിടെ കുഴിച്ചു, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ അയാളുടെ മറുപടി, അവിടുന്ന് ഭൂതം വലിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്, വീണ്ടും ദിക്ർ നടക്കട്ടെ. എന്തിനു പറയുന്നു? ദിക്റുകൾ തകൃതിയിൽ നടക്കുന്നു, കുഴികൾ വീടിന് ചുറ്റും നിറയുന്നു. ഇതുവരെ നിധി കിട്ടിയിട്ടില്ല, കാശ് കുറേയായി. അപ്പോ സൂഫി അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏത് വെട്ടിയാണ് നിങ്ങളോട് ഇത് പറഞ്ഞത്? ഭൂതം വലിച്ചു കൊണ്ടുപോണ നിധിയും ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കഥകളാണ്. യഥാർത്ഥത്തിൽ അത്തരം നിധികളൊന്നും ഒരു വീട്ടിലുമില്ല. പണ്ടുകാലത്ത് ആളുകള് ഇതുപോലെ ശേഖരിക്കുന്ന ധനങ്ങളൊക്കെ, സ്വർണ്ണ നാണയങ്ങളോ അതുപോലെയുള്ളതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ അലമാരിയോ അതുപോലെയുള്ള സാമഗ്രികളോ ഇല്ലാത്തതിന്റെ പേരിൽ മൺകലത്തിലോ അതുപോലെ എന്തെങ്കിലും ഒരു ഡബ്ബയിലൊക്കെ ആക്കി കുഴിച്ചിടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനൊരു അടയാളവും വെക്കും. പിൽക്കാലത്ത് യുദ്ധങ്ങളും അതും ഇതും ഒക്കെ വന്നപ്പോൾ എല്ലാവരും അവരവരുടെ ഇടങ്ങളൊക്കെ വിട്ടുപോയി. പിന്നീട് വീടുകളൊക്കെ പൊളിക്കുന്ന ആളുകൾ വന്ന് പൊളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം സാധനങ്ങൾ കിട്ടുമ്പോൾ അതിനെ നിധി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അയാളോട് പറഞ്ഞു, അത്തരം നിധികളൊന്നുമില്ല, നിങ്ങളെ കബളിപ്പിക്കുകയാണ്, എനിക്കെന്തായാലും ആ വീടൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിനെയും കൂട്ടി ആ വീട്ടിലേക്ക് വന്നു. സത്യത്തിൽ ആ വീട് കണ്ടപ്പോൾ വല്ലാതെ സങ്കടവും അതുപോലെ തന്നെ ചിരിയും വന്നുപോയി. കാരണം വീടിന്റെ ചുറ്റും കുഴിയാണ്. സൂഫി പറഞ്ഞു, ഏതായാലും വളരെ നന്നായി, കള്ളം കയറിയാൽ ഏതെങ്കിലും ഒരു കുഴിയിൽ കിടന്നോളൂ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ മനുഷ്യ,
നിങ്ങളെ പറ്റിച്ചവൻ ആരാണ്? അങ്ങനെ അദ്ദേഹത്തിന്റെ നേരെ വളരെ ദേഷ്യത്തോടുകൂടി സംസാരിച്ചു. എങ്കിലും അദ്ദേഹം ആ വ്യക്തിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന കൊണ്ടിട്ട് ഏതെങ്കിലും ഒരു ദിവസം നിധി കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. അപ്പോൾ പറഞ്ഞു, ആ ഓതുന്നവൾക്കും ഭ്രാന്താകും, നിങ്ങൾക്കും ഭ്രാന്താകും എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂഫി അവിടെ നിന്ന് പോന്നത്. സത്യത്തിൽ അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. കുറെ നാളുകൾക്ക് ശേഷമാണ് അറിയുന്നത് അവിടെ നിന്ന് നിധിയൊന്നും കിട്ടിയില്ല, അയാളുടെ മാനസിക നില തെറ്റി എന്നുള്ളൊരു വിവരം. ഈ കഥ പറയുമ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊരു സംഭവം ഓർക്കുകയാണ്. വളരെ രസകരമായ ഒരു സംഭവമാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ സോഡ സോഡ കുപ്പിയുടെ മൂടി അടിച്ചു പരത്തി അതിങ്ങനെ ഒരുപാടാക്കിയതിന് ശേഷം അത് കമ്പിയിൽ കോർത്ത് ഇങ്ങനെ കിലുക്കുമ്പോൾ നല്ല ശബ്ദമുണ്ടാകും. അപ്പൊ ഞാനും എൻ്റെ അനിയന്മാരൊക്കെ കൂടി പാട്ടുപാടി ഇതുമായിട്ട് കിലുക്കി അങ്ങനെ രസിക്കാറുണ്ട്. കാരണം വളരെ ദാരിദ്ര്യം പിടിച്ചൊരവസ്ഥയിലാണ് ജനിച്ചു വളർന്നത് കൊണ്ടിട്ട് കളിപ്പാട്ടങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ കളിപ്പാട്ടങ്ങൾ ഇതൊക്കെയാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വാപ്പ വന്നു കഴിഞ്ഞാൽ പുള്ളി ഒരു പ്രത്യേക സ്വഭാവമാണ്. ഇങ്ങനെ കിലുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന് ആ വളയമെടുത്ത് വലിച്ചെറിഞ്ഞു. ഞങ്ങൾ വല്ലാത്ത സങ്കടത്തിലായി. അവിടെ എല്ലാം തപ്പി, പക്ഷെ കിട്ടിയില്ല. എന്തിനു പറയുന്നു, ഒരു മാസം കഴിഞ്ഞപ്പോൾ രാത്രി ഞാൻ അനിയന്മാരെല്ലാം ഉറക്കത്തിലായി. ഞാൻ ഉറങ്ങിയിട്ടില്ല, എങ്കിലും ഉറങ്ങിയ പോലെ കിടക്കുകയാണ്. ഈ സമയത്ത് വീട്ടിലേക്ക് ഉമ്മയുടെ ആങ്ങള വന്നു. ആങ്ങള വന്നിട്ട് ഉമ്മയോട് വളരെ രഹസ്യം പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. വീടിന്റെ മുറ്റത്തൊരു മാവ് നിൽപ്പുണ്ട്, ആ മാവിന്റെ അടിയിൽ നിധിയുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മാവ് മുറിക്കാൻ പോവുകയാണ് രാത്രി, ആരും അറിയാതെ. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു കേട്ടു, എന്താണ് സംഭവം. അപ്പോ ഉമ്മ പറഞ്ഞു, അയ്യോ മാവ് മുറിക്കല്ലേ, അതിൽ ധാരാളം മാങ്ങ കിട്ടുന്നതാണ്. നീ എന്തേ പറയുന്നത്, അതിന്റെ അടിയിൽ നിധിയുണ്ട്. പിന്നെ ആള് വന്നപ്പോൾ അയാൾ പറഞ്ഞു അതിന്റെ അടിയിൽ നിധിയുണ്ട്. അയാൾ തട്ടിയപ്പോൾ കിലുക്കം കേട്ടു. അങ്ങനെ പുള്ളിക്കാരൻ ഈ മരത്തിൽ തട്ടിയിട്ട് ആ കിലുക്കം കേൾപ്പിച്ചു കൊടുത്തു. ഉമ്മ അത് വിശ്വസിച്ചു. എന്തിനു പറയുന്നു, രാത്രി ആരും അറിയാതെ മരം മുറിക്കാൻ ആളെത്തി. അങ്ങനെ മരം മെല്ലെ മെല്ലെ മുറിക്കാനുള്ള പരിപാടി പ്ലാൻ ചെയ്തു വന്നപ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്നും ഒന്ന് രണ്ട് വെട്ട് വെട്ടിയപ്പോഴത്തേക്കും മുകളിൽ നിന്നും താഴേക്ക് വലിയ ശബ്ദത്തോടു കൂടി ഈ ചിലങ്കയാണ് വന്നു വീഴുന്നത്, ഈ സോഡാമൂടിയുടെ ചിലങ്ക. ഇത് കണ്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി. കാരണം പാപ്പ വലിച്ചെറിഞ്ഞ സാധനം നേരെ മാവിന്റെ മുകളിലാണ് പോയി നിന്നതെന്നാണ് എനിക്കപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെ പല വിഡ്ഢിത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. വയറ്റിപ്പഴപ്പാണെന്ന് പറയും, ജീവിക്കാൻ വേണ്ടി പല പരിപാടികളും കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഏറ്റവും അധികം സ്ത്രീകളാണ് ഇവിടെ പോയി പെടുന്നതൊക്കെ. ഇവരുടെ അടുത്ത് ചെന്ന് സങ്കടങ്ങൾ പറയാൻ, പ്രശ്നങ്ങൾ പറയാനൊക്കെ ക്യൂ ആണ്. ജ്യോത്സ്യന്മാരും കണിയാന്മാരും മന്ത്രവാദികളും തന്ത്രവാദികളൊക്കെ കുറെ പേരുണ്ടല്ലോ. അസ്മായിൻ്റെ ആൾക്കാർ മുസ്ലിങ്ങളിൽ അമ്പലങ്ങളിൽ മുഴുവനും ഇത്തരത്തിലുള്ള കർമ്മങ്ങളാണ് നടക്കുന്നത്. തൃപ്രയാറൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചാത്തന്റെയും മറുതയുടെയും അതുപോലെയുള്ള പല തരത്തിലുള്ള ക്ഷേത്രങ്ങൾ നമുക്ക് കാണാം. മൈസൂർ കൊട്ടാരങ്ങളൊക്കെ മാറി നിൽക്കും. അതിലും ഗംഭീരമായിട്ടാണ് ഇവരുടെ കേന്ദ്രങ്ങൾ നിലകൊള്ളുന്നത്. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞു വരുമ്പോൾ അവിടെ നിന്ന് പറയുന്ന രീതി, തുള്ളി വന്നുകൊണ്ട് പറയുന്ന രീതികളും, അമ്പലങ്ങളിൽ വഴിപാടുകൾ, വേറെ ചില സ്ഥലത്ത് ചൊല്ലിപ്പറയൽ, അങ്ങനെ പലതരത്തിലും ഉള്ള പരിപാടികൾ നടത്തി അതിനൊക്കെ ചെറിയ ഒരു സംഖ്യയൊക്കെ ഈടാക്കിക്കൊണ്ട് മനുഷ്യന്റെ പ്രശ്നത്തിനും തന്നെ ഉപദ്രവിക്കുന്ന ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലും ആളുകൾ ഒരു സമാധാനത്തിന് വരുന്നുണ്ട്. അത് ക്രിസ്ത്യാനിയിലുണ്ട്, മുസൽമാനിലുണ്ട്, ഹിന്ദുവിലും ഒക്കെ ഉണ്ട്. പലതരത്തിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് മാത്രം. എന്ന് വെച്ചുകൊണ്ട് അത്തരം ആളുകൾ ആരെയും കൊലപ്പെടുത്താനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും പോകുന്നവരല്ല. മന്ത്രവാദത്തിന്റെ പേരിൽ കൊലകൾ നടന്നിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യമാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒന്ന്, വൈരാഗ്യമായിരിക്കാം. രണ്ട്, അത് അവയവത്തിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കാം. അപ്പോൾ
നരബലി എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നു. ഷാഫി എന്ന് പറയുന്ന ഒരുത്തനെ പിടിച്ചു. അത് നരബലി എന്നുള്ള അടിസ്ഥാനത്തിൽ പോയെങ്കിലും പിന്നീട് സംസാരങ്ങൾ മാറി അവയവക്കടത്ത് എന്നുള്ളൊരു സംസാരത്തിലേക്ക് വന്നപ്പോൾ ആ വാർത്ത മാഞ്ഞുപോയി. പിന്നെ അപ്പൊ അത്തരം വാർത്തകൾ വന്ന് അത് അവയവത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും മാഞ്ഞു പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതിന് കുടപിടിക്കുന്ന രാഷ്ട്രീയക്കാരും അതുപോലെയുള്ള മേലാളന്മാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ ഇതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ആർക്കും കഴിയില്ല. ഓരോ സ്ഥലങ്ങളിലും കോടികളാണ് വരുമാനം. ഈ പറയുന്ന തൃപ്രയാറുള്ള ക്ഷേത്രങ്ങളൊക്കെ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടുത്തെ ഭണ്ഡാരങ്ങളിലേക്ക് കാശ് വന്ന് നിറയുകയാണ്. ഇതെല്ലാം എന്തിനുപയോഗിക്കുന്നു എന്ന് അറിയില്ല. പള്ളികളിൽ വരുന്ന കാശ് ഉറൂസ് പരിപാടിയൊക്കെ നടത്തി അതങ്ങനെ തീർക്കും, ചോറ് വിളമ്പി തീർക്കും. നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ പലതരത്തിലും മാനസികമായി പ്രയാസപ്പെടുമ്പോൾ അവരെ സഹായിക്കാനുള്ള വഴികൾ കണ്ടെത്താതെ ഇത്തരം പരിപാടികൾ നടത്തി പള്ളിയുടെ പുനരുദ്ധാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണം വാങ്ങിയെടുക്കുന്നവരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മന്ത്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രം കൊണ്ട് ഒരു കർമ്മം ചെയ്ത് ഒരാളെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. മനസ്സിൻ്റെ വിശ്വാസങ്ങളാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. മനസ്സിൻ്റെ ഭയമാണ് എല്ലാത്തിൻ്റെയും പരാജയം. ഭയം വന്നോ അവിടെ നമ്മുടെ നാശം തുടങ്ങി. ഭയമില്ലാത്തൊരു മനസ്സിനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ വളരെ സുഖമായിരിക്കും. ജീവിതത്തിൽ വിജയവും പരാജയവും ഇല്ലാത്ത ആരുമില്ല. ഒരു പുഴയെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വേലിയേറ്റമുണ്ട്, വേലിയിറക്കമുണ്ട്. സൂര്യൻ ഉദിച്ചു തന്നെ നിൽക്കുകയല്ല, അത് പോയി മറയുകയും ചെയ്യുന്നുണ്ട്. നക്ഷത്രങ്ങൾ എപ്പോഴും നമ്മൾ കാണുന്നില്ല, അതും മറയുന്നുണ്ട്. ചന്ദ്രൻ, തെങ്ങിൽ തേങ്ങയുണ്ടാകുന്നത്, മാവിൽ മാങ്ങയുണ്ടാകുന്നത് ഒക്കെ ഉണ്ടാവുകയും ഇല്ലാതെയാകുകയും ചെയ്യുന്ന സമയത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ജ്യോത്സ്യന്മാർ പറയുന്നത് പോലെ ഉച്ചവരെയും കാര്യസാധ്യമാണ്, ഉച്ച കഴിഞ്ഞാൽ കാര്യതടസ്സമാണ് എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ ഓടി ആരെങ്കിലും അടുത്ത് ചെന്ന് പെടരുത്. നമ്മളെപ്പോഴും അതിന് പറ്റിയ നല്ല സുഹൃത്തുക്കളോട് പറയുക, രോഗം വന്നാൽ ഡോക്ടറെ കാണുക, അങ്ങനെയുള്ള വഴികളൊക്കെ തേടിപ്പോണം. അതുപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് മാറുന്നില്ല, അതിൽ മറ്റെന്തെങ്കിലും പ്രശ്നമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല ആളുകളെ കണ്ടെത്തിയിട്ട് വേണം നമ്മളതിന് പ്രതിവിധി തേടാൻ. അല്ലാതെ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ട് ഓടിച്ചെല്ലരുത്. അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഇല്ലാത്ത പൈസയും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്. ആ മന്ത്രം നടത്തണം, അതിന് ഏകദേശം 1,00,000 രൂപയോളം വരും, അല്ലെങ്കിൽ 75 രൂപ വരും. ഞാൻ തന്നെ 1-2 ആൾക്കാരുടെ അടുത്ത് വെറുതെ ഒന്ന് പോയി നോക്കി. അവർ തന്നെ പറഞ്ഞു 75,000 രൂപ വരും. ചിലർ പറഞ്ഞു 1,00,000 രൂപ വരും. ഇതൊക്കെ ഈ പറയുന്ന കണിയാന്മാരായിട്ടിരിക്കുന്ന ആൾക്കാരുടെ പരിപാടിയാണ്. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോയി പെടുന്ന ആൾക്കാരുണ്ട്. പേർവാടിയിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം, അവിടെയും ഉണ്ട് ഇതുപോലെ കുറേ തട്ടിപ്പ്. ഒന്നിലും പെടാതെ പോകുന്നവർ പോയി അവിടെ നിങ്ങാട് സിയാറത്തും കഴിഞ്ഞ് പോരും. ഈ പ്രശ്നങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ അവരെ പിഴിയാനായിട്ട് ചില പച്ചത്തലയെക്കെട്ടൊക്കെ കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരെ വലയത്തിപ്പെട്ടാൽ അവർ മെല്ലെ മെല്ലെ പിഴിഞ്ഞൊരു പരുവമാകും. അപ്പം അതുകൊണ്ട് എല്ലാത്തിനെക്കുറിച്ചും വിശദമായി പഠിക്കാനുള്ളൊരു മനസ്സുണ്ടാകണം. ആ മനസ്സോടു കൂടി തന്നെ വേണം ഏതൊരു സ്ഥലത്തെയും സമീപിക്കാൻ. അല്ലാതെ മിന്നുന്നതെല്ലാം പൊന്നല്ല. അതുകൊണ്ട് എവിടെ ചെന്നാലും ആദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് നിൽക്കുക. സൂഫികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നപരിഹാരത്തിന് വന്നവരെല്ലാവരും നമ്മളെ നേരെയാക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരിക. അതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാകാത്ത രീതിയായിരിക്കും. അത് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ അവരെയും കുറ്റം പറയേണ്ടി വരും.
അത് മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് വിഷയങ്ങൾ പറയാതെ പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അവർക്ക് അത്രയേ അറിവുള്ളൂ. എത്രയോ അത്ഭുതങ്ങൾ കണ്ടിരിക്കുന്നു. പക്ഷെ നമുക്കതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചില ആലിമീങ്ങളൊക്കെ യൂട്യൂബിൽ വന്നിരുന്നിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വിളിച്ചു കൂവുന്ന കൊണ്ട് തന്നെയാണ് പരിഹാസികളായിക്കൊണ്ട് ആളുകൾ വരുന്നത്. നല്ല ആൾക്കാരെയും പരിഹസിക്കാൻ അതൊരു കാരണമാണ്. ഞാൻ എന്തായാലും അത്തരം കാര്യത്തിനില്ല. അതുകൊണ്ടാണ് ഞാൻ ആരുടെയും പേര് പറയാത്തത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ മോശമാക്കാൻ ഞാനുമില്ല. നിങ്ങളൊരു കഥ പോലെ കേട്ടു പോവുക. കാണാൻ വിധിയുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും. ഞാനും അന്വേഷിച്ച് നടന്ന് കണ്ടെത്തിയതല്ല, യാദൃശ്ചികമായി കണ്ടതാണ്. ഫാത്തിഹ സൂറത്തിൽ പറയുന്നത് പോലെ നമ്മൾ എന്നും ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് അള്ളാഹുവിനോട് നേരായ മാർഗം കാണിച്ചു തരണമെന്നും നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാക്കി തരണമെന്നും പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹ്ക്കത് മനസ്സിലാകുമ്പോൾ നമ്മൾക്ക് ആ ഇഷ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് അള്ളാഹ് ആക്കി തരും. അതിന് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ചെന്നപ്പെടുന്നത് കുഴപ്പത്തിലായിരിക്കും. അപ്പൊ നല്ല ആളുകളിൽ സ്വയം എത്തപ്പെടും. നല്ല മനസ്സുണ്ടെങ്കിൽ അവിടെ നിൽക്കാനുള്ളൊരു കരുത്ത് നമുക്കുണ്ടാകണം. കാരണം നമ്മൾ പഠിച്ച അറിവൊക്കെ വെച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അറിയാത്ത രീതിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരിൽ നിന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിൻ്റെ നില തെറ്റിപ്പോകും. നമ്മൾ പഠിച്ചതും വെച്ചാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം എന്തെങ്കിലും കേട്ട് പഠിച്ചിട്ടല്ല, കേട്ട് പഠിക്കലല്ല, പ്രവർത്തിക്കുമ്പോഴാണ് എല്ലാം പ്രശ്നമാണ്. ഒരു കാര്യം പറയുമ്പോൾ നല്ല രസമായിരിക്കും. ഇനി ചെറിയൊരു ഉദാഹരണം പറയാം. അഭിനയിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഒരു ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്നിട്ടൊരു ഡയലോഗ് പറയാൻ പറഞ്ഞാൽ അവൻ്റെ കൈയും കാലും വിറക്കും. അപ്പം എന്നതുപോലെയാണ് നമുക്ക് വീട്ടിലിരുന്നൊക്കെ ആക്ട് ചെയ്യാം. പക്ഷെ ഒരു റിയലായിട്ടൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വല്ലാത്ത ടെൻഷനും ഭയമൊക്കെ വരും. അപ്പം എന്നതുപോലെയാണ് ഇത്തരം സൂഫികളുടെ അടുത്തേക്ക് അവരെ കാണണമെന്നും അവരുമായിട്ട് ഇരിക്കണമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനൊക്കെ കോഴിക്കോട് തങ്ങളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഉറക്കമൊക്കെ വരാറുണ്ട്. എങ്കിലും ആ ഉറക്കത്തിനെയൊക്കെ നിയന്ത്രിച്ച് നേരം വെളുക്കുന്നത് വരെ അവരുടെ സംസാരം കേട്ടുകൊണ്ട് ഇരിക്കാനുള്ളൊരു ക്ഷമയൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇന്നിങ്ങനെ പറയാൻ കഴിഞ്ഞത്. നാളെ പറയാൻ ബാക്കി. സ്നേഹപൂർവ്വം ഷാജി യോസഫ്.